നിനക്ക് സമാധാനം? എപ്പോഴും ഞാൻ എപ്പോ കൊണ്ടുവന്നാലും ആ ലാപ്ടോപ്പിന്റെ അടുത്ത് ചായ വെക്കരുത് നിന്നോട് പറയും. ഞാൻ ഓർത്തത് വീഴുന്നു. ഇപ്പൊ നിനക്ക് സമാധാനം? അത് എത്ര രൂപയുടെ സാധനം? 2.5 ലക്ഷം. ഇല്ല, അത് റെഡിയാക്കാൻ പറ്റുമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. സ്ക്രീനൊക്കെ ഇപ്പൊ ഇറക്കിയുണ്ട്, പക്ഷെ അന്ന് മിന്നി ഇരിക്കണ്. കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്ക്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ഇത് പക്ഷെ കംപ്ലൈന്റ് ഒന്നും ആകത്തില്ലെന്നാണ് ഗൈസ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഗൈസ് ഇത് അടിച്ചു പോയി. അതേ കേട്ടാ, കാശില്ലാത്ത സമയത്താണ് 2.5 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് കൊണ്ട് തൊലച്ചു. സമാധാനമായല്ലോ? സന്തോഷായി, നല്ല സന്തോഷായി. നിന്നോട് ആര് പറഞ്ഞു കാശില്ല? അവന് ഗേൾഫ്രണ്ടിന് മേടിച്ചു കൊടുക്കാൻ ഫോണും ഐഫോണും ഒക്കെ മേടിച്ചു വാങ്ങാൻ ഇഷ്ടം പോലെ കാശുള്ള ആ പല്ലിന്റെ കാശ് കൊടുക്കുക. അത് പിന്നെ ഗേൾഫ്രണ്ടൊക്കെ ആകുമ്പോ വാങ്ങി കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ 2 ലക്ഷം രൂപയുടെ മാക്ബുക്ക് പ്രോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് മമ്മിക്കുള്ള നമ്മള് പ്രാങ്ക് ചെയ്യാൻ പോണത് കേട്ടോ. ദൂരുന്നില്ലല്ലോ. അപ്പൊ ഗൈസ് എങ്ങനെയാണ് പ്രാങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മാക്ബുക്ക് ഉണ്ടല്ലോ, അത് നൈസായിട്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. എന്നിട്ട് ഈ പഴയ ഒരു 5-6 വർഷം പഴക്കമുള്ള വർക്ക് ചെയ്യണ ലാപ്പൊന്നും അല്ല, കാണിച്ചു തരാൻ. കണ്ട, ഇത് ഫുൾ അടിച്ചു പോയിരിക്കുകയാണ് മുതലാളി. ബാക്ക് ഒക്കെ കണ്ട പോയിരിക്കുകയാണ്. ഇത് നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പുതിയ ലാപ്പ് പോലെ ആക്കിയിട്ട് ഇതിനകത്ത് അങ്ങ് വെച്ച് നമ്മള് കൊടുക്കാൻ പോവാണ്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ് ഇതിനകത്ത് ഫിറ്റ് ആവുന്നില്ല, ഇത്തിരി വലുതാണ്. പക്ഷെ അത് കുഴപ്പമില്ല, അത് നമുക്ക് പെർഫെക്റ്റ് ആണ്. കാരണം ഇതിനകത്ത് ഇത്രയും പകുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. പിന്നെ ഇതും കൊണ്ട് നമ്മൾ നേരെ അമ്മേനെ പുതിയ ലാപ്ടോപ്പ് കാണിക്കാൻ വേണ്ടി താഴത്തോട്ട് പോകുന്നു. എന്നിട്ട് ഇത് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇടുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അമ്മ അമ്മ, എന്റെ പുതിയ 2 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ്. നമ്മുടെ പുതിയ 2 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ്. പോയി. അയ്യോ, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. അതിന്റെ പണി നിർത്തില്ലേടാ? മാന്യ സരസന അമ്മ. അയ്യോ ആരും വരാത്തെന്താ? എടാ, നിനക്കറിയാലോ, നിന്റെ അഹങ്കാരമാണ്. നിനക്ക് ഈയിടെ കൊണ്ട് കഷ്ടകാലാണെന്നറിയാം. ഒന്നിനൊന്നും ഓരോന്ന്. കുഴപ്പമില്ല, നിന്റെ അഹങ്കാരത്തിന് പറ്റിയത് അങ്ങനെ തന്നെ പറഞ്ഞു. കോപ്പ് നീ ലാപ്പ് വേണ്ടെങ്കിൽ തമാശ, ഭയങ്കര തമാശ. അമ്മ ഇത് പ്രാങ്ക് ആണ്. ഇത് പഴയ ലാപ്ടോപ്പ് ആമോ? പഴയ ലാപ്പാണ്. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. നീ മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.